യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് തൊഴിലധിഷ്ഠിത വിസകൾക്കോ മറ്റ് ഇമിഗ്രേഷൻ ആവശ്യങ്ങൾക്കോ അപേക്ഷിക്കുന്നത് എപ്പോഴും വലിയ തോതിലുള്ള പേപ്പർ വർക്കുകളും കടലാസ് പണികളും നിറഞ്ഞ ഒന്നാണ്. നിരവധി ഫോമുകൾ പൂരിപ്പിക്കുക, രേഖകൾ കൃത്യമായി ക്രോഡീകരിക്കുക, അഭിഭാഷകരുടെ ഒന്നിലധികം ഘട്ടങ്ങളായുള്ള പരിശോധനകൾ എന്നിവയൊക്കെ ഇതിന് ആവശ്യമുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ഈ പ്രക്രിയകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കേവലം 30 മിനിറ്റിനുള്ളിൽ യുഎസ് വിസയ്ക്കുള്ള പെറ്റീഷനുകൾ തയ്യാറാക്കാൻ കഴിയുമെന്ന അവകാശവാദവുമായി പുത്തൻ AI പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ടെക്സസ് ആസ്ഥാനമായുള്ള ഈസി പെറ്റീഷൻ LLC എന്ന ലീഗൽ ടെക്നോളജി കമ്പനി പുറത്തിറക്കിയ ഈസി പെറ്റീഷൻ ഇതിനൊരു ഉദാഹരണമാണ്. ഈസി പെറ്റീഷൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപേക്ഷകർക്ക് തങ്ങളുടെ പാസ്പോർട്ട്, ബയോഡാറ്റ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ രേഖകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കൃത്യമായി വേർതിരിച്ചെടുക്കാനും വിസ ഫോമുകൾ സ്വയം പൂരിപ്പിക്കാനും വിസ പെറ്റീഷന്റെ ഡ്രാഫ്റ്റ് 30 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കാനും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന് കഴിയും. ഇതിനോടകം തന്നെ ഇത്തരം നിരവധി സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ സജീവമായി കഴിയുകയും ചെയ്തു. H1B, O1, EB1 തുടങ്ങിയ പ്രധാനപ്പെട്ട തൊഴിൽ വിസകൾക്കും പെർമനന്റ് റെസിഡൻസി അപേക്ഷകൾക്കും ഈ സാങ്കേതികവിദ്യ ഏറെ ഫലപ്രദമായി ഉപയോഗിക്കാം. AI പ്ലാറ്റ്ഫോമുകൾ ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് വിസ അപേക്ഷകളിൽ നിന്ന് വക്കീൽമാരെ പൂർണ്ണമായും ഒഴിവാക്കും എന്ന് കരുതരുത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് നൽകുന്ന കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വിസ പെറ്റീഷനുകൾ സമർപ്പിക്കാനാകൂ. ഇതിന് കൃത്യമായ നിയമപരമായ വിലയിരുത്തലുകളും തന്ത്രപരമായ തീരുമാനങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ AI ടൂളുകൾ വക്കീലന്മാരെ മാറ്റി സ്ഥാപിക്കാനല്ല, മറിച്ച് അവരുടെ ജോലി എളുപ്പമാക്കാനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ടൂളായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡാറ്റ എൻട്രി പോലുള്ള ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AI ചെയ്യുമ്പോൾ കേസിന്റെ നിയമപരമായ വശങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അഭിഭാഷകർക്ക് സാധിക്കുന്നു. അന്തിമ പരിശോധനയും അനുമതിയും ഇപ്പോഴും യോഗ്യതയുള്ള അഭിഭാഷകർ തന്നെയാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ആഗോളതലത്തിൽ ഈ മാറ്റത്തെ വിലയിരുത്തുമ്പോൾ പ്രധാനമായി 3 വശങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്നാമത്തേത് കാര്യക്ഷമതയും സമയലാഭവും. മുൻകാലങ്ങളിൽ ആഴ്ചകളോ മാസങ്ങളോ എടുത്തിരുന്ന പേപ്പർ വർക്കുകൾ മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ AIക്ക് കഴിയുന്നു. ഇത് അപേക്ഷകരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും വിസ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും. മാനുഷികമായ പിഴവുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. രണ്ടാമത്തേത് ഇന്ത്യൻ അപേക്ഷകർക്കുള്ള പ്രാധാന്യം. ആഗോളതലത്തെ US തൊഴിൽ വിസകൾക്കും ഉന്നത പഠനത്തിനുമായി ഏറ്റവും കൂടുതൽ അപേക്ഷിക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിനാൽ ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളായിരിക്കും. അവരുടെ അപേക്ഷകൾ വക്കീൽ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന സമയം ഇത് ഗണ്യമായി കുറയ്ക്കും. മൂന്നാമത്തേത് പരിമിതിയും വെല്ലുവിളികളുമാണ്. AI ടൂളുകൾക്ക് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ സങ്കീർണതകൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. US ഇമിഗ്രേഷൻ നിയമങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു കൃത്രിമ ബുദ്ധി സംവിധാനത്തിന് ഇത്തരം തത്സമയ മാറ്റങ്ങളും സൂക്ഷ്മപരമായ നിയമപരമായ യുക്തിയെയും ചിലപ്പോൾ കൃത്യമായി വിലയിരുത്താൻ സാധിച്ചെന്ന് വരില്ല. കൂടാതെ AI അപേക്ഷ തയ്യാറാക്കി നൽകിയാലും US സർക്കാരിന്റെ പരിശോധനാ സമയത്തിലോ പശ്ചാത്തല പരിശോധനയിലോ വിസ ഇന്റർവ്യൂവിലോ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. വിസ അനുവദിക്കണമോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനം പൂർണ്ണമായും US ഉദ്യോഗസ്ഥരുടെ കൈകളിൽ തന്നെയാണ്. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിസ അപേക്ഷകൾ തയ്യാറാക്കുന്നത് എളുപ്പമാകുമെങ്കിലും കൃത്യമായ നിയമോപദേശവും മനുഷ്യസഹജമായ ജാഗ്രതയും ഈ പ്രക്രിയയിൽ എപ്പോഴും അനിവാര്യമായി തുടരും. AI ഒരു മികച്ച സഹായി മാത്രമാണ്, പകരക്കാരനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.